എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. യെസ്, ഹെഡ് ടൈലാണ് ഞാൻ എടുത്തോ. ഞാൻ കരുതി ഹെഡാണെന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ പോന്നോട്ടെ. രേഖാചിത്രം. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. വീണ്ടും ആസിഫ് അലി പോലീസ് വേഷത്തിൽ. യെസ്, പോലീസ് വേഷത്തിൽ ഏതാണ്ട് എല്ലാം ഹിറ്റാക്കിയ ആളാട്ടോ അല്ലേ? കൂമൻ, തലവൻ, കുറേ സിനിമകളുണ്ട്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒന്നുണ്ട്. അനശ്വര സിസ്റ്റർ ആയിട്ടാട്ടോ. ആള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. പ്രേതാണോ മരിച്ചുപോയ എന്തോ ആണെന്ന് തോന്നുന്നു. കേസ് പിന്നീടുള്ള തെളിയിക്കലും പരിപാടിയൊക്കെ ആണ് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മുന്നേ നടന്നിട്ടുള്ള സംഭവത്തിന്റെ തെളിവ്. പിന്നീട് അത് കണ്ടുപിടിക്കുന്നു, അതിന്റെ ചരിത്രം. അതെ, കൊള്ളാം. എന്തായാലും അടിപൊളി സാധനമാണ്. പിന്നെ അത് മാത്രമല്ല, പഴയ ഫിലിംസ് ഒക്കെ തൂക്കിട്ട് എഴുതുന്നുണ്ട്. അതൊക്കെ പിന്നെന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റിലാണ് സിനിമ വരുന്നതെന്നാണ്. ബിഗ് ബഡ്ജറ്റിലാണ് വരുന്നത്. ജോഫിൻ ടി ജാക്കോയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അറിയാലോ. അതെ, അപ്പൊ അത് വേറെ റേഞ്ചിലായിരിക്കും സാധനം വരാൻ പോണെ. വേണു കുന്നപ്പള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വേണു കുന്നപ്പള്ളിനെ അറിയാലോ, കിട്ടിയില്ല സെലക്ഷൻ ആണ് ആളുടെ. അത് അങ്ങനത്തെ സാധനങ്ങളെ എടുക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷ. യെസ്. അടുത്തത് സെരിപ്പോത് ശനിവാരം. സിനിമയുടെ ട്രെയിലർ ഇന്ന് 5 മണിക്ക്. ഓക്കെടാ. അടുത്തത് ARM അജയന്റെ 2ാം മോഷണം. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മോഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, എന്തായാലും ഗംഭീര പോസ്റ്റർ ആട്ടോ. ഓണം റിലീസ് ആയിട്ടാണ് വരുന്നത് സെപ്റ്റംബറിൽ. ഓക്കെ, ഇതെവിടേത്? കിട്ടി. കൃതിയാണ്, മനസ്സിലാവുന്നില്ല. ഇത് സുരഭിയല്ലേ? ഈ ക്യാരക്ടറിന് കേളു അല്ലേ? കേളു ഇതാണ്. കേളു അത്. പിന്നെ ആരൊക്കെയായിരുന്നു ചോദിക്കാൻ കണ്ടൊരു സമയം? ഇത് അജയൻ അല്ലേ? മറ്റേത് കേളു, അജയൻ, മണിയല്ലോ. ശരിയാ. വാടാ, പൊളി സാധനം. ഓക്കെ, അപ്പൊ ഓണം റിലീസിന് സംഭവം എത്തൂട്ടോ. അജയന്റെ 2ാം മോഷണം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമ കേട്ടോ. ടോവിനോയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സാധനം. ലളിയാ? അതെ, ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടുള്ള പടം. അതിന്റെ ഇതും കൂടി ഉണ്ട്. മഹാറാണി. മഹാരാജയ്ക്ക് ശേഷം മഹാറാണി വരുന്നു. നയൻതാരയെ നായികയാക്കി നിതിലൻ സ്വാമിനാഥൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അറിയാലോ മഹാരാജ ഏതായിരുന്നു റേഞ്ച് എന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. വർണ്ണനകൾ ആവശ്യമില്ലാത്ത സിനിമ. കണ്ടിട്ട് കണ്ണും തള്ളിയിരുന്ന ആൾക്കാരാണ്. പിന്നെ അതിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കാനാ? അത്ര ഗംഭീര സിനിമ. അപ്പോൾ ആളുടെ സ്ക്രിപ്റ്റില്, ആളുടെ സംവിധാനത്തിൽ സിനിമ വരുമ്പോൾ ഞെട്ടിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഷോയ്ക്ക് മുൻപന്തിയിലുണ്ടാവും, അല്ല പിൻപന്തിയിലുണ്ടാവും. മുന്നിലിരുന്ന് കണ്ടല്ലേ? ആദ്യം നമ്മൾ കാണൂല, അപ്പൊ പുറകിരിക്കുന്നവർ പിന്നല്ലേ കാണുള്ളൂ. അത് വേണ്ട, ശരിയാവൂല. പുറകിൽ പോയിരിക്കാം. എന്നും നീ മാത്രം ചളി അടിച്ചാൽ പോരല്ലോ. എൻ്റെ കയ്യിലും ഉണ്ട് സാധനം എന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ. അടുത്തത് കൽക്കി സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. ഓഗസ്റ്റ് 23 സിനിമ പ്രൈം വീഡിയോയിൽ, അതായത് നമ്മുടെ സൗത്ത് ലാംഗ്വേജസ് പ്രൈം വീഡിയോയിൽ. ആമസോൺ പ്രൈം. ഓക്കെ, അടുത്തത് വരുന്നത് നേരത്തെ കോമഡി ആയിരുന്നു. അത് ഇനി ഞാൻ പറയൂല, ഒരു പ്രാവശ്യം ഞാൻ തരുള്ളൂ. അതാണ്, പിന്നീട് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തിയേറ്ററിൽ പോയിട്ട് മുന്നേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണും, അല്ലേ? പിന്നെ കാണാൻ പിന്നല്ലാണ്ട് അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇനി അതിനെ കുറിച്ച് ചോദ്യം വേണ്ട. ദേവദൂതൻ സിനിമയുടെ കളക്ഷൻ, അതായത് കേരള ഗ്രോസ് 4 കോടി, വേൾഡ് വൈഡ് 5.2 കോടി. ഓക്കെ, അതായത് റീ റിലീസിലെത്തിയ ഏറ്റവും ഹൈയസ്റ്റ് കളക്ഷൻ. നമ്മുടെ
ആൾറെഡി ഇതിനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്ഫടികത്തിനെ. എന്തായാലും ദേവദൂതന് ഇങ്ങനെ ഒരു വിജയം കിട്ടിയല്ലോ എന്നുള്ളത് വളരെ സന്തോഷം. അതെന്താ അറിയോ, നല്ല ക്വാളിറ്റിയിൽ സാധനം പുറത്തിറക്കിക്കൊണ്ടാട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഒതുക്കി, അതുകൊണ്ടാണ്. ഇനി മണിച്ചിത്രത്താഴ് 17-ാം തീയതി അതിന്റെ ട്രെയിലർ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടേ എന്താ ഫീൽ എന്നറിയോ. ആ പഴന്തമ്മി പാട്ടുണരും, ആ പാട്ട് വരുമ്പോ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോവാ. എന്റെ മോനെ എന്തോ ഒരു ഫീല്. ഒരു രക്ഷയില്ല. നമ്മൾ ശരിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പൊ ശരിക്കും ചെയ്യുന്നില്ല. കാരണം ഈ സോങ്ങുകളൊക്കെ അത്രത്തോളം മികച്ച ആത്മാവുള്ള സോങ്ങുകളൊക്കെ ഉള്ള സിനിമകളുണ്ടല്ലോ പഴയത്, അതൊക്കെ തിയേറ്ററിൽ കണ്ടവർക്കാണ് ശരിക്കും ഭാഗ്യം. അന്നത്തെ കാലത്ത് തിയേറ്ററിൽ കണ്ടവർക്ക് സത്യം പറയാം, ഇത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടേ എന്തൊരു, അതാണ് ക്ലാസ് എന്താന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടല്ലോ. വേറെ എന്താ പറയാ, ബാക്കി എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ആ സോങ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിയിട്ട് പിന്നെ അതിന്റെ ഒപ്പമുള്ള ഡയലോഗ്സും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. എന്നിട്ട് ലാസ്റ്റ് നിർത്തുന്നത് ലാലേട്ടൻ ഇങ്ങനെയാണ്, അതായത് അതിന്റെ അത് ഇങ്ങനെ, അതായത് ആളെന്നെ അത് വേറെ രീതിയിലാക്കി പാടുമല്ലോ ആ സാധനം. എന്താ ഫീല്. ഓക്കെ, അടുത്തത് ഒരു പടം, അതൊക്കെയാണ് പടം. അടുത്തത് രായൻ സിനിമയുടെ OTT റിലീസ് ഡേറ്റ്. അത് നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്ത് ധനുഷ് തന്നെ സ്ക്രിപ്റ്റ് ഒരുക്കി പുറത്തു വന്ന സിനിമയാണ്. 150 കോടി കളക്ഷൻ നേടിയ സിനിമ കേട്ടോ. സിനിമ OTT വരുന്നു ഓഗസ്റ്റ് 30-നാണ് ഇത് സാധ്യത. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും എത്തിയില്ല. സാധ്യത ഓഗസ്റ്റ് 30-ന് പ്രൈം വീഡിയോയിൽ. ഓക്കെ, ഇപ്പൊ പ്രൈമിലാണല്ലോ ഫുള്ള് പരിപാടി. അടുത്തത് ഓക്കെ, ബാറോസ് സിനിമയാണ്. മൊത്തത്തിൽ നീ കൊണ്ടുപോകണോ? പോന്നോട്ടെ. ബാറോസ് നിരാശയാണ്. സെപ്റ്റംബർ 12-ന് റിലീസ് എത്തും. ഭയങ്കരമായിട്ടുള്ള എല്ലാം വന്നതാണ്. ബുക്കിംഗ് വരെ പല സ്ഥലങ്ങളിലും തുടങ്ങിയതാണ്. ട്രെയിലർ ലോഞ്ച് വരെ തീരുമാനിച്ചത്. അതെ, എന്താണെങ്കിലും ഇപ്പൊ അറിയാൻ പറ്റുന്നത് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റുകയാണ്. ഒക്ടോബറിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് റിപ്പബ്ലിക് ഡേയുടെ ജനുവരി ടൈമിലേക്കാണെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര നിരാശയായി പോയിട്ടോ. ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് വരാനുണ്ട്. അല്ല, ഇതൊരു 3D ഇതിന്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് അജയന്റെ 2ാം മോഷണം 3D സിനിമയാണ്. സെപ്റ്റംബറിൽ വരുമ്പോഴും പ്രശ്നമാണ്, തിയേറ്റർ കിട്ടണ്ടേ. അല്ല സോറി, ഒക്ടോബറിൽ വരുമ്പോഴും പ്രശ്നമാണ്. കങ്കുവൻ 3D സിനിമയാണ്. അതാ നല്ലത്. ആ സമയത്തേക്ക് ഇനി അടുത്തത് എടുത്തോണ്ട് വരാതിരുന്നാൽ മതി 3D. കാരണം വേറെയുള്ള സിനിമകൾ പോലെ അല്ല, ലാലേട്ടൻ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വേണം. അതല്ല പറഞ്ഞേ, ഇനി ഇതൊക്കെ വിചാരിച്ച് ജനുവരിയിലേക്ക് ഇരിക്കുമ്പോഴേക്കും അടുത്ത 3D വരരുത്. അതാണ് പ്രശ്നം. സിനിമ ഉണ്ടോ, വരാനുണ്ടോ പറയാൻ പറ്റൂലേ. സിനിമ പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ, ഓർമ്മയിലൊന്നുമില്ല. ഓക്കെ, അടുത്ത കിഴി കാന്ത സിനിമയുടെ സ്ക്രിപ്റ്റ് റീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റില്ല് ഇവർ പങ്കുവച്ചിട്ടുണ്ട്. 1, 2, 3 ആൾക്കാരൊന്നല്ല കേട്ടോ, ഒരുപാട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഇത്ര വലിയ പ്രൊസീജിയർ ഒക്കെ ഉണ്ടോ അല്ലേ? അത് സിനിമയുടെ വലുപ്പമനുസരിച്ചാണ്. അപ്പൊ അമ്മാതിരി വലുപ്പമുള്ള സിനിമയാണ്. അത് തന്നെയാണ്. എന്താണെങ്കിലും സെൽവമണി സെൽവരാജ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തെലുങ്കിലും തമിഴിലായിട്ട് വരുന്ന സിനിമ. അടുത്തത് ഗോട്ട്. അവിടെ കരയുന്നുണ്ട് എന്നാലും ഗോട്ട് സിനിമയുടെ ടൈമിംഗ് ആണല്ലോ. ഗോട്ട് സിനിമയുടെ ട്രെയിലർ ഇന്ന് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഇന്നല്ല, അപ്ഡേറ്റ്സ് ഇന്ന് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. അതായത് ചിലപ്പോൾ 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി ഉണ്ടായേക്കാം. ശരിക്കും ഒരു ടീസറിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, 49 സെക്കൻഡിന്റെ സെക്കൻഡ് ടീസർ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ അതിവിടെ വെങ്കട് പ്രഭു പറഞ്ഞ ട്രെയിലറിന്റെ അപ്ഡേറ്റ് എന്തായിരുന്നു? സിനിമ വരുന്നതിന് മുൻപ് 10 ദിവസം വരുമെന്നുള്ളതായിരുന്നു. ഇനി പറയാൻ പറ്റില്ല കേട്ടോ, ഇവര് ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ വിടുന്നെങ്കിലോ, അന്ന് വരേണ്ട ട്രെയിലർ അതിന്റെ അനൗൺസ്മെന്റ് ഇപ്പൊ വരുന്നതാണെങ്കിലോ മേ ബി അതും ആയേക്കാം. ചിലപ്പോ അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരിക്കാം, അല്ലെ അനൗൺസ്മെന്റ് അതായത് ഇന്ന ഡേറ്റിന് വരുന്നുണ്ട് എന്നുള്ളൊരു അനൗൺസ്മെന്റും ആയിരിക്കാം. ഇനി അത് ഒരു മാറ്റിയോ, എന്നിട്ട് 15-നാക്കിയോ? അങ്ങനെ അത്രയും വരുമോ? മിക്കവാറും ടീസർ തന്നെ ആയിരിക്കും. കാത്തിരിക്കാം. ഇന്നെന്തായാലും ഒരു അപ്ഡേറ്റ് വരും, അത് നോക്കാം എന്താന്ന്. ഓക്കെ, അടുത്തത് ബസൂഖ. മമ്മൂക്ക അഭിനയിക്കുന്ന ബസൂഖ സിനിമയുടെ കിഴി റഫൂഖ് അതിന്റെ അപ്ഡേറ്റ് തരുന്നു. ബസൂഖ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ
വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ആൾറെഡി ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കീഴിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 16-ാം തീയതിക്കുള്ളിൽ വരുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. മാറ്റമില്ല, 16-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു ടീസർ ഉറപ്പായിട്ടും വരും. ഇത് കൺഫേം ആണ്. ഓക്കെ ഓക്കെ. പിന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാം. അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ. പലതും പറയാനൊന്നുണ്ട്, പറയുന്നില്ല. ലളിയ പറയണ്ട. അടുത്തത് L360. അടിപൊളി. അടുത്തത് സിനിമയുടെ ടൈറ്റില് എന്തായിരിക്കും സുഹൃത്തുക്കളെ? എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റില്ല. നമുക്ക് ആദ്യ അക്ഷരം മാത്രം പറയാം. തൂ വെച്ചിട്ട് ആണ് സിനിമയുടെ ടൈറ്റിൽ തുടങ്ങുന്നത്. യെസ്. മലയാളം അല്ലേ? പിന്നെ മലയാളം അല്ലാണ്ട് തൂ പിന്നെ വേറെ എന്തോ ഇംഗ്ലീഷാണോ? പിന്നെ എന്തൊക്കെയുണ്ട് അതൊന്ന് പറഞ്ഞ ഏതൊക്കെ ഉള്ളത്? അല്ല, വേണമെങ്കിൽ തൂ കൊണ്ട് ഇംഗ്ലീഷിൽ വരുന്ന വാക്കുകളൊന്ന് ഒന്ന് കമന്റ് ചെയ്ത് തരണേ. ഇംഗ്ലീഷിൽ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടൂല്ലോ. ഏതൊക്കെ ഭാഷ? അതെ, അത് ശരി. ആവശ്യമില്ലാത്ത അനാവശ്യ കമന്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. തൂവിൽ പല വാക്കുകളും വരുന്നുണ്ട്. ദയവേത് കമന്റ് ബോക്സ് നിറയ്ക്കരുത്, ആദ്യം പറഞ്ഞേക്കാണ്. ആൾറെഡി ഞങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ദൈവമേ കമന്റ് ബോക്സിൽ അപ്പൊ ഇതാണെന്ന് ഉദ്ദേശിച്ച് ദയവേത് നിങ്ങളെ അത് മാത്രം പറയുന്നത്. ഓക്കെ. അതായത് ആറാട്ട് എന്നുള്ളതിന്റെ അതിനെ പലതും ഈ അക്ഷരം ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്. പലരും പല രീതിയിൽ പറയും. പിന്നെ നമ്മുടെ വേറെ ചില ഭാഗങ്ങളെ പലതും പറയാറുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും തൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. അടുത്തത് ഓക്കെ. ടിക്കി ടാക്ക. ആസിഫ് അലി വീണ്ടും എൻ്റെ കൂടെ. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ് ടിക്കി ടാക്ക സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോകുന്നു സെപ്റ്റംബർ ലാസ്റ്റ്. ഓക്കെ. റോഹിത് VS ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പക്ക ഒരു ആക്ഷൻ മൂവി ആയിരിക്കും സിനിമ. അതായത് നിർത്തി വെച്ചേക്കായിരുന്നു പരിക്ക് മൂലമായിട്ട്. അത് വീണ്ടും തുടങ്ങുകയാണ്. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും പോവുകയാണെങ്കിൽ ഈ എപ്പിസോഡ് എടുത്ത് തന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.